ചക്ക എങ്ങനെയുണ്ടായി ശാന്തി? തമിഴ്നാട് നല്ല ரொம்ப இஷ்டம். തമിഴ്നാട് എനിക്ക് ரொம்ப ഇഷ്ടം, ഇഷ്ടം. അതെ, എന്താ അറിയോ, ഇന്നലെ ട്രാവൽ ചെയ്ത് ഞങ്ങൾ വന്ന് 6 മണിയായപ്പോൾ ഞാൻ കണ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട്. 5:30 ആയപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ണാ വണ്ടി സൈഡ് ഒതുക്കാൻ, നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ, ട്രാവൽ ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പതിയെ നാഷണൽ ഹൈവേ കൂടെ പതിയെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ഇതല്ല കേട്ടോ, ഇതേപോലെ തന്നെ വലിയൊരു സ്പേസുള്ള ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഗ്രാനൈറ്റൊക്കെ പതിപ്പിച്ച് ഒരു ഹോട്ടലാണ്, ബേക്കറി ഹോട്ടലും കൂടെ പോയി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടാപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു, നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകാനും അത്യാവശ്യം ബാത്റൂമിലൊക്കെ പോകാനുള്ള വെള്ളം അവിടെ എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ ഈ തമിഴ്നാട്ടിലെന്ന് നമ്മൾ കേരളത്തിലെ പോലെയല്ല, എപ്പോഴും ബാക്ക് സൈഡിലേക്ക് നമുക്ക് ബാത്റൂമൊക്കെ ആണെങ്കിലും ഒന്ന് പോകാനൊക്കെ പറ്റും, സൗകര്യമുണ്ട്, സ്പേസ് ഉള്ളതുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഈ ഷീറ്റെല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന ഷീറ്റ് ഇതെല്ലാം ഇട്ട് അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണനെ എന്ത് ചെയ്ത് ഫുഡ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടു. വെജിറ്റബിൾ ബിരിയാണി, ഈ പോമോഗ്രാനൈറ്റിൻ്റെ ഒരു ജ്യൂസും, പിന്നെ ഇതേപോലത്തെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ഇതേപോലത്തെ ബിസ്ക്കറ്റും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് 180 രൂപ. അങ്ങനെ അതുമെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒത്തിരി ഹാപ്പിനെസ് ആയി. കാരണം എന്താ അറിയാം, ജസ്റ്റ് എന്തായാലും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ ഏരിയ എന്ന് മനസ്സിലായി, അത് തന്നെ വലിയ ഹാപ്പി അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കണ്ണൻ എന്ത് ചെയ്തു, നമുക്ക് ഇങ്ങനെ അകത്തോട്ട് കയറിയിട്ട് അവിടെ കയറി കിടക്കായിരുന്നു. അവിടെ കയറി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അറിഞ്ഞപ്പോണ്ട് 3 മണി ടൈമിലൊക്കെ ഉണ്ടല്ലോ തമിഴ്നാട്ടുകാർ ജോലി KSRTC ബസ്സൊക്കെ നല്ല ഇതിൽ പോകുമ്പോൾ അവരെല്ലാം അതിനകത്ത് ആണും പെണ്ണും എല്ലാം അമ്പലത്തിൽ പോകുന്നതാണോ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാട്ടോ. അത് കഴിഞ്ഞൊരു 4 മണി 4:30 ആയപ്പോഴത്തേക്കും ഞാൻ പതിയെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി വന്ന് ശാന്തി എടുത്ത് ഈ ജ്യൂസും കുടിച്ച് ഈ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് എന്തായാലും ഇത്രയും സമയമില്ലേ, ഇനി നമുക്കൊരു 5 മണിയോട് അടുപ്പിച്ച് എന്ത് ചെയ്യാൻ, നമുക്ക് ഇവിടെ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു 5 മണിയായപ്പോഴത്തേക്കും വേലയ്ക്ക് പോവാം, ഒക്കെ വേലയ്ക്ക് പോവാണ്. എന്താ അതൊക്കെ ജോലിക്ക് പോണേ. അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിങ്ങനെ ടോൾ ജംഗ്ഷൻ, ടോൾ ബൂത്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല സേഫ്റ്റി ആയി. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ആ ഇതിൻ്റെ ഓണർ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടെ ധൈര്യമായി. എന്താ ആരെങ്കിലും വന്ന് ചോദിച്ചാലും ഓർഡർ പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ല, നേരെ മറിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെ പറ്റൂല, നിങ്ങൾ ഇവിടെ നിന്ന് പോണെന്ന് പറയും. അത്രയും ബുദ്ധിയും ബോധം. ട്രാവൽ ചെയ്ത് വരുന്ന ആളുകളാണ്. അതെ, മലയാളികൾ അടങ്ങാറാവും. അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഉറങ്ങി. രാവിലെ എണീറ്റ് അവിടുന്ന് യാത്ര ചെയ്ത് വന്നപ്പോൾ മഴ ചെറുങ്ങനെ മഴ പെയ്ത് എന്ത് ചെയ്ത് ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിരുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെളുപ്പിന് 4:30 എണീറ്റല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്തു കാണിച്ചു ഇവിടെ ഇങ്ങനെ ഇവിടെ ഇരിക്കണതാണ്. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ വീഡിയോയും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ പോകും, യാത്രയാവും. അപ്പോൾ അതുവരെ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ 2 സൈഡിലും പാടം ഇങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് എൻജോയ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് നടുവേദന ഒന്നും അറിഞ്ഞില്ല. അവിടെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഭയങ്കര നടുവിനൊക്കെ പെയിനായി, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയി. അതായത് നമ്മള് കേരളത്തിൽ നിന്ന് എന്താ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ തന്നെ ചക്കുന് ഇത്തിരി ടയേർഡായി. പിന്നെ പതിയെ ശാന്തി എടുത്ത് പോന്നു.
പ്രകൃതിയിലേക്ക് വന്നപ്പോ തമിഴ്നാട് കയറിയപ്പോ ചക്കു ഹാപ്പി. കേട്ടോ, ഞാൻ ഈ പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വന്നപ്പോൾ നടുവേദന ഒന്നും എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മേലുവേദന, പിന്നെ കുത്തി ഇങ്ങനെ ചുമയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചുമയുടെ ഒരു ഗുളിക ഉണ്ടായിരുന്നു, അതും കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി. ശാന്തി എടുത്ത് മൂവൊക്കെ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ നടുവിനൊക്കെ പരട്ടി. അങ്ങനെ ഭയങ്കര ഹാപ്പി. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്തു, കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. എന്നാലും ഉറക്കക്ഷീണമുണ്ട് എനിക്ക്. ഉറങ്ങും ഞാൻ എവിടെയെല്ലാം ഇച്ചിരി. മോർണിംഗ് വൈബ് കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ രാവിലെ എന്ത് ചെയ്ത് നിൽക്കുക, രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിനെ ഇപ്പം നിങ്ങൾക്ക് കേരളത്തിൽ മഴയാണോ എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ ചെറുങ്ങനെ അപ്പം അവർ പറയുകയാണ്, ഇവിടുത്തെ ആൾക്കാർ പറയാം 5 മിനിറ്റ് മഴ പെയ്യും. അവിടെ തമിഴ്നാട്ടിൽ 5 മിനിറ്റ് മഴ. അപ്പൊ അതാ കാണുന്ന ഒരു വൈബ് കാണിച്ചു തരാം. തെങ്ങിൻ തോട്ടം, മല, പിന്നെ ചോള കൃഷിയാണത്. ചോളം. പിന്നെ അപ്പുറത്ത് ഇഷ്ടിക ചുടുന്ന സ്ഥലം. ഇത് നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ ആണ് ഇത് അങ്ങോട്ട്. ഇത് ഇഷ്ടിക ചൂളയാണ് കേട്ടോ. ഇത് കണ്ട, സൂം ചെയ്ത് കാണിച്ചത്. ഇത് ഇഷ്ടിക ഉണ്ടാക്കുന്ന സ്ഥലമല്ല, എല്ലാ മണ്ണുകളൊക്കെയാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. കണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ആ ഏരിയ മൊത്തം ഇഷ്ടിക ചൂളയാണ്. ഇത് നാഷണൽ ഹൈവേ. ഇതിപ്പോൾ നമ്മ പോണത് മധുരൈ, ബാംഗ്ലൂർ, ചെന്നൈ, പഴനി, അങ്ങനെയുള്ള റൂട്ടുകളാണ് ഇത് പോകുന്നത്. ദണ്ഡിഗൽ, ഈ റൂട്ടാണിത് നാഷണൽ ഹൈവേ. മലയാണ് കണ്ട, ഫുള്ള് കണ്ട. വൈബ് കണ്ട, മലയാണ്. ഇതെല്ലാം തെങ്ങിൻ തോപ്പുകളാണ് കണ്ട. ഇവിടെ തെങ്ങിൻ തോപ്പും തേങ്ങയുടെ കൃഷി. നമ്മുടെ കേരളത്തിലേക്ക് തേങ്ങ വരുന്നത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ്. പിന്നെ മുളക്, ചോളം, അരി ഇവിടെ കൂടുതലും പൊന്നിയരിയാണ്. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പൊന്നിയരിയുടെ കൃഷിയാണ് കണ്ട. ഇതിപ്പോൾ ഇവർ ഉഴുതിട്ടേക്കണേണ്. കൃഷി മൊത്തം ഇതിങ്ങനെ ട്രാക്ടറിന് ഉഴുതിട്ടേക്കണേ. ഇതിപ്പോൾ രാവിലെ വന്ന് ഇവർ ചെയ്തതാണ്. രാവിലെ അവർ ചെയ്തിട്ട് പോയി. പിന്നെ ഓരോ സെക്ഷനിലെ ആളുകളാണുള്ളത് കണ്ട. മലയ നല്ല അന്തരീക്ഷമാണ് കേട്ടോ. മോർണിംഗ് ഒക്കെ നല്ല വൈബാണ്. ഉദയം സ്റ്റാർട്ടിങ് ആകണേ ഉള്ളു. തണുപ്പുണ്ട്. പിന്നെ മഴയെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ കേരളത്തിലെ പോലത്തെ മഴയല്ല. ഇവിടെ ഓഗസ്റ്റ് മാസത്തിലാണ് കൂടുതലും മഴ പെയ്യുന്നത്, മഴ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ചെറുത് ജസ്റ്റ് ഒന്ന് പെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങൾ വന്നിട്ട് ഇന്നലെ അവിടെ ടോൾ ബൂത്തിൻ്റെ അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങളൊരു 4-5 മണിയായപ്പോൾ അവിടെ നിന്ന് വെളുപ്പിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 മണിയായപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മഴ പെയ്തപ്പോഴാണ് ഞങ്ങളിവിടെ ആ സൈഡിൽ റെസ്റ്റ് ചെയ്ത്. ചക്ക് കുറച്ച് നേരം ഉറങ്ങി. ഞാൻ പിന്നെ എനിക്ക് കുറച്ച് വർക്കുണ്ടായി, അപ്പോൾ അത് ചെയ്ത് അങ്ങനെ റിലാക്സ് ചെയ്ത് നിൽക്കുന്ന ഇത് കണ്ട സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇതൊക്കെ അങ്ങോട്ടൊക്കെ എന്ന് വെച്ചാൽ വീടുകളുണ്ട്, കൃഷിയാണ് മൊത്തം. ആ ഏരിയ കംപ്ലീറ്റ് കൃഷിയുടെ സ്ഥലങ്ങളാണ്. അവിടെ ഒരു ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ട് കണ്ട. അത് വെള്ളമാണത് കേട്ടോ, വെള്ളം അവരെടുക്കുന്ന സംവിധാനം. കൃഷിക്കാർ കൂടുതൽ ഉപയോഗിക്കുന്ന സൈക്കിളാണ്. പിന്നെ ലൂണയുണ്ട് കണ്ട, ലൂണ വണ്ടി, അത് ഉപയോഗിക്കും. ഇത് ചോളമാണ്, ചോള കൃഷി ഉണ്ടല്ലോ, ചോളമാണ് ഇട്ടേക്കണത് കണ്ട. ചോളം നട്ടേക്കണത്
അതിൻ്റെ ബാങ്കൊക്കെ കംപ്ലീറ്റ് മലയുണ്ട്. ഇവിടെ കൂടുതലും ഹിൽ ഏരിയകളാണ് കംപ്ലീറ്റ് ഏരിയ. പിന്നെ ആ ഒരു കാണുന്നത് ഫ്രൂട്ട്സാണത്. അത് ഓറഞ്ച്, ആപ്പിള്, മുന്തിരി അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഫാമാണത് ആ കാണുന്നത്. അതിൻ്റെ ഓണർ കുറച്ച് മുമ്പ് നമ്മുടെ ഇവിടെ വന്ന് ഇവിടെ ഉണ്ടായി. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇതെല്ലാം പുള്ളിയുടെ സ്ഥലമാണിത്. ഈ തെങ്ങ്, ഇത്, പിന്നെ ഈ കാണുന്നത് കംപ്ലീറ്റ് ഈ ഏരിയ മൊത്തം പുള്ളി വാങ്ങിച്ചതാണ്. അപ്പോൾ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. മഴ ജസ്റ്റ് ഒന്ന് പെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു 5-6 മിനിറ്റ് മഴ നല്ലോണം പെയ്തു. എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട്, ഒരുപാടല്ല. എന്തായി പോവാ? ഇതെല്ലാം ഈ ഇഷ്ടിക ചൂളയിലേക്ക് മണ്ണ് കൊണ്ടുവന്ന വണ്ടികളാണ്. അതെല്ലാം നാഷണൽ ഹൈവേ. ചുറ്റോട് ചുറ്റും മലയാണ്. ട്രാക്ടർ തന്നെ ലോഡുകൾ വേണം. ഇതാണ് തമിഴ്നാട്ടിലെ ഏക ആശ്രയമുള്ള ഒരു വണ്ടി, ട്രാക്ടർ. കണ്ട ഇവിടെ ട്രാക്ടർ. ഇതാണ് മെയിൻ വണ്ടി. ഇത് ലൂണയാണ് തമിഴ്നാടിൻ്റെ. തണ്ണി എത്തിക്കല് കൃഷി സ്ഥലത്താ. ആ അതാ മറ്റേ ട്രാക്ടറിൽ കൊണ്ടുപോകില്ല, നമ്മ ഇന്നലെ കണ്ടില്ലേ. ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം എത്തിക്കണുണ്ട്. ഇതാണ് ഇവിടുത്തെ ട്രാക്ടർ വണ്ടി, തമിഴ്നാടിന്റെ സ്വന്തം ട്രാക്ടർ. ചക്കു ട്രാക്ടറിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അത് നോക്കിയിരുന്നില്ലേ പണി കിട്ടും. പണ്ടുണ്ടായല്ലേ കേരളത്തിലല്ലേ? അപ്പൊ നമുക്ക് യാത്ര ശാന്തി. അതെ, ഇതെന്താന്ന് അറിയാമോ? ഇതാണ് ചാത്തനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദൃഷ്ടിദോഷം, കണ്ണേറൊക്കെ പോകുമെന്നാണ് ഐതിഹ്യം. എല്ലാ കടകളിലും ഇങ്ങനെ എന്ത് ചെയ്യും, വെട്ടിക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഇതിലോട്ടാണല്ലോ നോക്കുക. അപ്പോൾ ആ നോക്കുന്ന ആളുടെ ദൃഷ്ടി ഇതിലോട്ടാവുമെന്നാണ് ഐതിഹ്യം. തമിഴ്നാട്ടിലൊക്കെ കാണാം. ഇത് കണ്ടോ, വെള്ളം പോകാൻ വേണ്ടിയിട്ട് നല്ലോണം കുഴിയൊക്കെ താത്തി വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതേ കണ്ടോ, ട്രാക്ടർ ഉണ്ടോ വരുന്നുണ്ട്, മണ്ണും കൊണ്ട് വരുന്നത്. ഇവിടേക്ക് ഇപ്പോഴും ട്രാക്ടറുണ്ട്, മണ്ണ് കൊണ്ട് രാവിലെ പോകും. ഇവിടുത്തെ ആൾക്കാർക്ക് മടിയൊന്നുമില്ല. അവർ കൂലിവേലയാണേലും ചെയ്യുമ്പോൾ രാവിലെ എണീറ്റ് പോയി കൂലിവേലയെല്ലാം ചെയ്യും. അപ്പോൾ ഇത് അക്ക ആണ്, അക്കയുടെ സ്വന്തം ബിസിനസ്സാണ് അല്ലേ ഇത്? അക്ക തനിയെ ചെയ്യുന്ന. ഇവിടെ ചായ ഉണ്ടോ? കൂൾ വാട്ടറാണ് ഉള്ളത്. അതായത് ഡ്രിങ്ക്സൊക്കെയാണ് ഇത്. അക്കയുടെ ഐറ്റംസൊക്കെ രാവിലെ വന്ന അക്ക ബിസിനസ്സിന് വേണ്ടി വന്നതാണ്. ഉണ്ടോ എന്തൊക്കെയുള്ള മുറുക്ക് മിഠായികളൊക്കെയാണ്. അപ്പോൾ അക്ക അതെല്ലാം എന്ത് ചെയ്യാണ്? ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറ. ഇങ്ങനെ കാണിക്കേ, കൈ കാണിക്കേ. കണ്ടോ, അക്ക ഇതെല്ലാം വന്ന് പെറുക്കിയെടുക്കണം. അക്കയുടെ ബിസിനസ്സാണ്, കൂൾ ബിസിനസ്സാണ്. അതായത് നാരങ്ങ വെള്ളം അല്ലേ? കൂളുള്ള വെള്ളങ്ങളൊക്കെയാണെന്ന് ആണ് അക്ക പറയണത്. അക്ക കണ്ടോ രാവിലെ വന്നോ? ചാപ്പിട്ടാച്ചാ? ഇല്ല. ചായ കുടിച്ചോ? ടീ കുടിച്ച് കോവിലിരിക്കേ?
ആ വീട്ടിൽ തന്നെ കോവിലുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് വന്നാണെന്നാണ് പറഞ്ഞത്. ഉണ്ടോ അണ്ണന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിക്ക്.